പക്ഷേ താലിബാൻ ഇന്ന് ലോകത്ത് തന്നെ തീവ്രവാദം ശക്തി നേരിട്ട് ഭരണം ഏറ്റെടുത്ത ഒരു രാജ്യമാണ് താലിബാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് തീവ്രവാദികൾ ഒന്നാകെ ഭരണത്തിലേക്ക് എത്തുന്നു. ഇവരെന്താണ് ഈ നമ്മൾ പറയുമല്ലോ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്നുള്ളതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഭരണം കിട്ടിയപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവിടെ ഈ തോക്കൊക്കെ എടുത്തിട്ട് അവിടുത്തെ ഈ സൈന്യത്തിൻ്റെ തോക്കൊക്കെ വലിയ ഏറ്റവും പുതിയ രീതിയിലുള്ള തോക്കൊക്കെ പിടിച്ചിട്ട് അത് പൊട്ടിക്കാൻ നോക്കുന്ന തീവ്രവാദിയുടെ ഫോട്ടോ ഒക്കെ അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ആ രാജ്യത്തെ തീവ്രവാദ പ്രസ്ഥാനം താലിബാൻ, അവരിപ്പോൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിലേക്ക് വരുന്ന ഈ അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്ക് വിസ ഇവിടെ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇന്ത്യക്കാരനും ആക്രമിക്കപ്പെടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഇതെന്താണ് താലിബാന് സംഭവിക്കുന്നതെന്ന സംശയമാണോ വരുന്നത്? അല്ല, താലിബാൻ എന്താണ് എന്നുള്ളത് ലോകത്തിനറിയാം. അതെ. കാരണം താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് തന്നെയാണ് താലിബാനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അവരധികാരം പിടിച്ചെടുത്ത സമയത്ത് അതുവരെയും അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന സ്ത്രീ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടി. സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യേണ്ടതില്ല എന്നാണ് അവർ സ്ത്രീകൾ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള നിർദ്ദേശം. ആരെങ്കിലും പഠിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവരെ വെടിവെച്ച് കൊല്ലുന്നതിലും വരെ അവർക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ്. അതുപോലെ പഠിച്ചിരുന്നതായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. സർവകലാശാലകളൊക്കെ പഠിച്ചിരുന്നവരോട് പറഞ്ഞ് പഠിത്തമൊക്കെ നിർത്തിപ്പോയിക്കോ, നിങ്ങൾ പഠിക്കണ്ട, പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രസവിക്കൽ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി എന്ന് ഒരു സമീപനം എടുത്തിരിക്കുന്ന ഒരു ഭരണകൂടമാണ് താലിബാൻ ഭരണകൂടം എന്ന് പറയുന്നത്. അവർ ഇന്ത്യയുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് നമുക്കറിയില്ല. ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരു കാര്യമാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അവർ ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്ന ചില ഓഫറുകളിൽ ഒന്ന് അവർ പാകിസ്ഥാനെ ആക്രമിക്കും എന്നുള്ളതാണ്. പാകിസ്ഥാനെ അവരിപ്പോൾ തന്നെ ആക്രമിച്ച് തുടങ്ങിയിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഫ്ഗാനിസ്ഥാനത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. അതെന്താ, ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നുള്ളതാണ്. ഇന്ത്യക്കാരങ്ങനെ ഇവർ പിടിച്ച് എടുത്ത സമയത്തും ഇന്ത്യക്കാരങ്ങനെ ഉപദ്രവിച്ചില്ല. ഇന്ത്യക്കാരെ അവിടെ ഒന്ന് സംരക്ഷിച്ചുകൊണ്ട് പോരാനായിട്ടുള്ള സംവിധാനത്തെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പട്ടാളം പോയിട്ട് വിമാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഒരു പരിക്കുമില്ലാതെ നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഒരു നേട്ടവുമായിരുന്നു. ഇന്ത്യയുടെ ഒരു നേട്ടമാണ്, ഭരണകൂടത്തിൻ്റെ ഒരു നേട്ടമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്തും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സംശയത്തോട് തന്നെയാണ് നോക്കിയിരുന്നത്. കാരണം ഇവർ ഒരുതരം ഭ്രാന്തന്മാരാണല്ലോ. അപ്പോൾ അവരുമായിട്ടുള്ള പുതിയ സൗഹൃദവും അത്ര ഈസി മട്ടിൽ അങ്ങോട്ട് കയറിയെടുക്കാനായിട്ടുള്ള സാധ്യത ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അഫ്ഗാനികൾക്ക് ഇന്ത്യയിൽ വിസ കൊടുക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ അഫ്ഗാനികൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. വാണിജ്യത്തിനും അതുപോലെ തന്നെ മറ്റ് പല ഇടപാടുകൾക്കും ഇന്ത്യയിൽ അവർക്ക് വരാനും, അതുപോലെ തന്നെ ഈ പുരുഷന്മാരായിട്ടുള്ള അഫ്ഗാനികൾക്ക് ഇന്ത്യയിൽ വന്ന് പഠിക്കാനും മറ്റൊക്കെയുള്ള സൗകര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾ ഒക്കെ എന്തായാലും അവർ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സ്ത്രീകൾ പഠിക്കണ്ട, വേണ്ട, സ്ത്രീകൾ പഠിക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ്. വലിയ തരത്തിൽ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ബലതന്ത്രം എന്ന് പറയുന്നത് വലിയ തോതിൽ നമ്മളുടെ ജീവിതത്തെ പല മേഖലകളിൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. ശാസ്ത്രം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, അതെല്ലാം തന്നെ വലിയ തരത്തിൽ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ലോകത്തെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അഫ്ഗാനിസ്ഥാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് അതിന് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ഈ അഫ്ഗാൻ സേന എന്ന് പറഞ്ഞ അവിടുത്തെ മുസ്ലിം തീവ്രവാദ സേന വളർന്നു വന്നത് വലിയ തരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് പിടിച്ചു പറിച്ചും പിന്നെ അവിടുത്തെ അവരുടെ നാഷണൽ ഹൈവേ അത് മുഴുവൻ അവരുടെ കസ്റ്റഡിയിലായിരുന്നു. അതിലെ പോകുന്ന എല്ലാ സാധനങ്ങളും എല്ലാ ട്രക്കുകളും ഒക്കെ കൊള്ളയടിച്ചിട്ട് കൊള്ളക്കാരായിട്ടാണ് അവർ വളർന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ ആധുനിക കാലത്തെ ജീവിതക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വികസനമാണ്. അതായിരിക്കണം അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ വികസനം അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മാറുമ്പോൾ അവരെ സഹായിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതാണ് എന്ന് അന്വേഷിക്കുകയും നമ്മളുടെ ഒരു അതിർത്തി അവരുമായിട്ട് കുറച്ച് അതിർത്തി പങ്കുവെക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട്
ഇന്ത്യ മാത്രമല്ല ലോകത്തിൽ പ്രബലമായിട്ടുള്ള ശക്തികളൊന്നാണ് ഇന്ത്യ എന്ന കണക്കൂട്ടിലും അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാൻ വഴി പലതരത്തിലുള്ളതായിട്ടുള്ള കച്ചവടം നടത്താനായിട്ടുള്ള സാധ്യതകളും അതുപോലെ തന്നെ പൈപ്പ് ലൈൻ വഴി പെട്രോളിയം കൊണ്ടുവരുന്നതിനുമൊക്കെ ഇന്ത്യക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ പരിഗണിക്കുന്നുണ്ടാകാം. ഇന്ത്യയുടെ ചില സാധ്യതകളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പം നയതന്ത്രപരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ അഫ്ഗാനികൾക്ക് വിസ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്ക്. ഇപ്പം ബംഗ്ലാദേശിന് അരിയില്ല. അവിടെ ഒരുപാട് ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ ഇന്ത്യയോടാണ് അവർ 56,000 പരം അരി, മെട്രിക് ടൺ അരി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ 26,000 പരം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പല ഭക്ഷ്യവസ്തുക്കളും ക്ഷാമത്തെ നേരിടാൻ വേണ്ടി ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റമൊക്കെ വന്നതിന് ശേഷം ഇന്ത്യ അത്രയ്ക്ക് അങ്ങ് സഹായിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറികടക്കാനും ഈ സമുദ്രത്തിലൂടെയുള്ള ഈ വാണിജ്യ ബന്ധം ഒന്ന് ശക്തിപ്പെടുത്താനും ഒക്കെ കൂടിയുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും. അവർ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണല്ലോ അവരും ഇപ്പോൾ ഇന്ത്യയെ സമീപിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് അവിടെയുള്ള ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ സഹായിക്കാം എന്ന് പറയുന്ന വാഗ്ദാനം അഫ്ഗാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് ഞാൻ കണക്ക്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തേക്കാം. പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഈ അഫ്ഗാനിലെ ഭരണകൂടത്തിനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, വിക്രിയകൾ അതിഭീകരവും ഭയാനകവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളുടെ ഇവിടെ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ആളുകളെ നമ്മൾ അഫ്ഗാനിസ്ഥാൻകാരൻ എന്ന് വിളിക്കും. അഫ്ഗാനിസ്ഥാനെ പോലെ പെരുമാറുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ പെരുമാറും അല്ലേ, മനസ്സിലായി? അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അതൊരു പദപ്രയോഗം പോയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ സമീപനമൊക്കെ അവർ മാറ്റിയാൽ മാത്രമാണ് ഇന്ത്യയുടെ ഒരു സൗഹൃദം എന്ന് പറയുന്ന രീതി ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചർച്ചകൾ നടക്കുകയായിരിക്കും. കുറേ നാളുകൾ ചർച്ചകൾ നടന്നു കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാർക്ക് അട്രാക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഒന്ന് പാകിസ്ഥാനിൽ അവർ നടത്തുന്ന ഇടപെടലുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ട് കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയമാണ്. പാകിസ്ഥാൻ നിരന്തരമായിട്ട് നമ്മളെ അനാവശ്യമായിട്ട് കാശ്മീർ വിഷയങ്ങളിലൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മാറി നിറഞ്ഞാലും നമ്മുടെ പിന്നാലെ നടന്ന് നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനോട് ഇന്ത്യയോടുള്ള സമീപനം എന്ന് പറയുന്നത് കടുത്ത ശത്രുത നിലനിർത്തുന്നത് തന്നെയായിരിക്കും. അപ്പോഴാണ് നമുക്ക് നേരിട്ട് അമ്മമാരുമായിട്ട് ഇങ്ങനെ കുസ്തി പിടിച്ച സമയങ്ങളെയും താല്പര്യമില്ലായിരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനെ അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചോട്ടെ എന്നുള്ള സമീപനം എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ സഹായകരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് നിലപാടായിരിക്കാം മിക്കവാറും മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന്. ഇപ്പോൾ അഫ്ഗാൻ നേരിട്ട് ഈ പറയുന്ന പോലെ പാകിസ്ഥാനായിട്ട് അടിയിലാണല്ലോ. അവർ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുന്നു. ചൈനയുടെ സഹായം പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷേ ചൈന അങ്ങനെ സഹായിക്കുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇസ്ലാമിക തീവ്രവാദ ഭരണകൂടമാണ്, മറുഭാഗത്താൻ ഒരു ഇസ്ലാമിക ഭരണകൂടമാണുള്ളത്. ഇവർ തമ്മിൽ അടിച്ചു തീരുകയാണെങ്കിൽ അങ്ങ് തീർന്നോട്ടെ എന്നുള്ളൊരു നിലപാട് ചിലപ്പോൾ ഒരു പക്ഷേ മോദി സ്വീകരിച്ചിരിക്കാം. അത് തന്നെയായിരിക്കും അല്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് ഈ മൗലികവാദം എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് ഏത് മതത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. കാരണം അതല്ല പുതിയ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പുതിയ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ലോകത്തിൻ്റെ പ്രത്യേകതകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ WTO പോലെയുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ വന്നിട്ട് ഒരു ന്യൂ ലിബറൽ സ്പേസ് പുതിയ ലോകത്തുണ്ടായിരുന്നു. ആ ന്യൂ ലിബറൽ സ്പേസ് എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയും സാമ്പത്തികവുമായിട്ടുള്ള മേഖലകളിലുണ്ടാകുന്ന വികാസത്തിലൂടെ മനുഷ്യ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക അടക്കമുള്ളതായിട്ടുള്ള രാജ്യങ്ങൾ യുദ്ധത്തിനേക്കാൾ കൂടുതൽ താല്പര്യം വാണിജ്യത്തിനാണ് അവർ കൊടുക്കുന്നത്. കാരണം ഈ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലൂടെയാണ് ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് കഴിയുക എന്ന് തന്നെയാണ് ഇന്നത്തെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ ചൈന സഹായിക്കാത്തതെന്ന് വെച്ചാൽ ചൈനക്കൊക്കെ ഇത്തരം നിലപാടാണുള്ളത്. അഫ്ഗാനിസ്ഥാനെ സഹായിക്കാതിരിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പ്രശ്നങ്ങളുള്ളതാണ്. കാരണം സഹായിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അവർക്ക് പല ഘട്ടങ്ങളിലും വേണമെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് അങ്ങനെ എതിർക്കുന്നില്ല. പക്ഷെ അവർ സഹായം ആവശ്യപ്പെട്ടാൽ സഹായവും കൊടുക്കുന്നില്ല. ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്, നീ വാ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ മുട്ടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അത് ഇന്ത്യയും ചിലപ്പോൾ അതൊക്കെ തന്നെ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ
ഇന്ത്യക്കും ചൈനയ്ക്കും ഒന്നും ഇവരുടെ സഹായമൊന്നും ആവശ്യമില്ല സാധാരണ രീതി. പക്ഷേ ചില സാധ്യതകൾ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ആ സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്യാൻ പിന്നീട് എപ്പോഴെങ്കിലും അവർ തീരുമാനിക്കുന്ന സമയത്ത് ആ വഴി അടക്കണ്ട എന്ന് കരുതിയിട്ട് അവരോടിങ്ങനെ ഒരു സമീപനം പുലർത്തുന്നു. ഇന്ത്യയും അത് തുടരാനുള്ള സാധ്യത എന്നെനിക്ക് തോന്നുന്നു. പൂർണ്ണമായിട്ട് എന്തായാലും അഫ്ഗാനികളെ ഒരു ഇന്ത്യൻ സൗഹൃദ മേഖലയിലേക്ക് ഇന്ത്യ കയറ്റും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ചില ഇടപാടുകൾക്ക് വേണ്ടി ചില നീക്കുപോക്കുകൾ ചിലപ്പോൾ നടത്തിയേക്കാം. അതിനപ്പുറത്തൊന്നും ഈ കാര്യത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അത്രമാത്രമേ ഉണ്ടാവുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.